നാവ് കിരികിരാവുന്നവരുണ്ട് ഇത് കഴിച്ചിട്ട്. ഇത് രണ്ടും ഞാൻ സുല്ലിട്ടു. ഇനി എൻ്റെ പ്രതീക്ഷ ചിക്കൻ്റെ കറിയിലാണ്. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്നത് ചൈനയിലാണ്, ചൈനയിലെ വുഹാനിൽ. ചൈനയിലേക്കുള്ള യാത്ര തുടങ്ങുന്നത് ജർമ്മനിയിലെ ഫ്രാങ്ക്ഫർട്ടിൽ നിന്നാണ്. നമ്മൾ ആദ്യം പോകുന്നത് ഷാൻഗായിലോട്ടാണ്, ചൈന ഈസ്റ്റേൺ എയർലൈൻസിൽ. അത് കഴിഞ്ഞ് അവിടെ നിന്ന് നേരെ നമ്മൾ വുഹാനിലോട്ട് പോകും. ചൈന ഈസ്റ്റേൺ എയർലൈൻസിൽ നമ്മൾ ആദ്യമായിട്ടാണ് ഈ ഒരു ഫ്ലൈറ്റിൽ പോകുന്നത്. അപ്പോൾ എങ്ങനെയാണ് എക്സ്പീരിയൻസ് എന്നൊക്കെ നമുക്ക് നോക്കാം. ഫ്രാങ്ക്ഫർട്ടിൽ നിന്ന് നേരെ പോകുന്ന ഷാൻഗായിലോട്ട് ഏകദേശം 11.5 മണിക്കൂർ എടുക്കും പോകാനായിട്ട്. ഓക്കെ ഗൈസ്, അപ്പം നമ്മൾ ഫ്ലൈറ്റിൻ്റെ ഉള്ളിൽ കയറി. ഇത് കണ്ടോ, ബിസിനസ് ക്ലാസ് ആണ്. കിടിലോ അല്ലേ, വൺ സെറ്റപ്പ് ആണല്ലോ. ഇനി നമ്മുടേത് എക്കോണമിയാണ്, നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. ഓക്കെ, അപ്പം നമുക്ക് വിൻഡോ സീറ്റ് കിട്ടി. നമ്മളിപ്പോൾ പോകുന്നത് ബോയിങ് 777 ആണ്. അടിപൊളിയായിരിക്കും. ഓക്കെ, എൻ്റർടൈൻമെൻറ്റൊക്കെ കൊള്ളാം, നല്ല കിടിലൻ സ്ക്രീനൊക്കെയാണ്. പക്ഷേ ഒരു പ്രശ്നമുണ്ട്, നമുക്ക് കാണാൻ പറ്റിയ പടങ്ങളൊന്നുമില്ല. ഹോളിവുഡോ അല്ലെങ്കിൽ വളരെ കുറച്ച് കളക്ഷനേ ഉള്ളൂ. എല്ലാം ചൈനീസ് പടങ്ങൾ ഇംഗ്ലീഷിലാക്കിയതാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് കേട്ടോ. ഇത് കണ്ടോ, നമ്മൾ ഫ്രാങ്ക്ഫർട്ട് സിറ്റിയിൽ നിന്ന് അകന്നു തുടങ്ങിയിരിക്കുകയാണ്. ഓക്കെ ഗൈസ്, അപ്പം നമ്മുടെ ഫുഡ് എത്തിയിരിക്കുകയാണ്. നമ്മൾ കാത്തിരിപ്പിന് ശേഷം ഇതാ വന്നിരിക്കുന്നു. എന്താണ് സംഭവം എന്ന് നോക്കാം തുറന്ന്. അപ്പം നമ്മുടെ ചൈന എയർലൈൻസിലെ ഫുഡ് എങ്ങനെയുണ്ടെന്ന് ഒന്ന് നോക്കാം. ഇതുണ്ടോ, വൈറ്റ് റൈസും പിന്നെ ചിക്കൻ എന്തോ ഒരു സംഭവമാണ്, പിന്നെ കുറച്ച് വെജിറ്റബിൾസും ഉണ്ട്. കണ്ടിട്ട് വലിയ ലുക്കൊന്നുമില്ല, ഇനി കഴിച്ചിട്ട് പറയാം. സൈഡിലായിട്ട് കുറച്ച് ഫ്രൂട്ട്സ്, പിന്നെ ഒരു ചെറിയ സലാമി, പിന്നെ കുറച്ച് ചോക്ലേറ്റ് ഉണ്ട്. ഇതുണ്ടോ, അത് കഴിഞ്ഞിട്ട് പിന്നെ പതിവ് പോലെ ചീസും കാര്യങ്ങളൊക്കെയാണ്. ഫുഡ് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. ചൈനീസ് സ്റ്റൈലാണ് കേട്ടോ. നമുക്കിനി വേറെ ഓപ്ഷൻ ഇല്ലല്ലോ, കഴിച്ചല്ലേ പറ്റുള്ളൂ. ഇതുണ്ടോ, ഇവിടെ നോക്കിയപ്പോൾ ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സംഭവമാണ്. നമ്മളിപ്പം യുദ്ധത്തിൻ്റെ സമയമാണ്. ഇത് കണ്ടോ, റഷ്യയുടെ മുകളിലൂടെയാണ് നമ്മളിപ്പോൾ പറന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ യൂറോപ്പിൽ നിന്ന്, നമ്മൾ ജർമ്മനിയിൽ നിന്ന് നേരെ റഷ്യയുടെ മുകളിലൂടെയാണ് ഇപ്പോൾ പോകുന്നത്. ശരിക്കും അതൊരു ആശ്ചര്യം തന്നെയാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ ഉറക്കമൊക്കെ കഴിഞ്ഞു. അടുത്ത ഫുഡും എത്തിയിട്ടുണ്ട്. എങ്ങനെയുണ്ടെന്ന് നോക്കാം, തുറന്നിട്ട് പറയാം. ഓക്കെ, അപ്പോൾ ഇത് നൂഡിൽസാണ്, കുഴപ്പമില്ലാന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ 11 മണിക്കൂർ യാത്ര കഴിഞ്ഞു. നമ്മൾ നേരെ ഷാൻഗായി എത്തിയിരിക്കുന്നു. ഇത് കണ്ടോ, താഴെ നോക്കുകയാണെങ്കിൽ ഷാൻഗായി നഗരമാണ്. ഭയങ്കര വലുതാണ് കേട്ടോ ഈ ഒരു സിറ്റി. നോക്കുകയാണെങ്കിൽ മുകളിൽ നിന്ന് നോക്കുമ്പോൾ നമ്മളിവിടെ എല്ലാം പോകുന്നുണ്ട്. അപ്പോൾ ഇനിയുള്ള വീഡിയോകളിലെല്ലാം ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ കാണും. ഇത്രയും വലിയ എയർപോർട്ടിൽ ആകപ്പാടെ കുറച്ച് പേര് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇതുണ്ടോ, ഇവിടെ ഒന്നും ആരുമില്ല. ഇവിടുത്തെ ഈ ഒരു എയർപോർട്ട് എന്നൊക്കെ പറഞ്ഞാൽ ഒരു 3 എയർപോർട്ടിൻ്റെ ഒരു വലിപ്പമുണ്ട്. നമ്മുടെ നാട്ടിലെ ഒരു ബാംഗ്ലൂർ എയർപോർട്ട് എനിക്ക് തോന്നുന്നു ഒരു 3 എണ്ണം എടുത്ത് വെച്ചാൽ എത്രയുണ്ടോ അത്രയും വലിപ്പമുണ്ട് കേട്ടോ. അപ്പം നമ്മളങ്ങനെ ചൈനയിൽ കാലെടുത്ത് വെച്ചിരിക്കുകയാണ്. ഇതാ കാണുന്ന ബസ്സിലാണ് നമ്മൾ നേരെ സിറ്റിയിലോട്ട് പോകുന്നത്. അപ്പോൾ ബസ്സിലോട്ട് കയറാം. പെട്ടിക്ക് ഒരു സ്റ്റിക്കർ കിട്ടിയല്ലേ, ഈ സ്റ്റിക്കർ വെച്ചിട്ട് വേണം ഇനി നമ്മൾ ഈ ബസ്സിൽ നിന്ന് ഇറങ്ങുമ്പോൾ നമുക്ക് ബാഗ് കിട്ടാനായിട്ട്. ഓക്കെ ഗൈസ്, നോക്കൂ, ഈ സിറ്റി എന്ന് പറഞ്ഞാൽ ഫുൾ കോൺക്രീറ്റ് കെട്ടിടങ്ങൾ മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും കാണാനില്ല കേട്ടോ. എല്ലാം വൻ കെട്ടിടങ്ങളാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മളിനി കാണുന്ന എല്ലാം ഇതുപോലത്തെ കാഴ്ചകളായിരിക്കും. ഓക്കെ, അപ്പം നമുക്ക് ഡിന്നർ കഴിക്കണം. നമ്മളൊരു റെസ്റ്റോറൻറ്റ് കണ്ടുപിടിച്ച് കയറിയിട്ടുണ്ട്. ചൈനീസ് റെസ്റ്റോറൻ്റാണ് കേട്ടോ ഇത്. അപ്പോൾ ഇവിടുത്തെ ഫുഡ് എങ്ങനെയുണ്ടെന്നൊക്കെ നോക്കാം. ഓക്കെ, സ്റ്റാർട്ടർ പോലെ ഒരു സൂപ്പൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതാണ് ചോപ്പ് സ്റ്റിക്ക്, സ്പൂണും എല്ലാം ഉണ്ട്. ഇത് മേശയുടെ ഉള്ളിലാണ് കേട്ടോ സംഭവം. ഇത് നമുക്ക് എടുത്ത് ആവശ്യം പോലെ കഴിക്കാം. പ്ലെയിൻ സൂപ്പാണ് കേട്ടോ ഇത്, വെറൈറ്റി സൂപ്പാണ്, പ്ലെയിനാണ്. ഇത് സ്ക്വിഡാണ്, പക്ഷെ പറ്റുന്നില്ല. ഇത് അത്ര ഒരു കുക്ക്ഡല്ല, കുറച്ച് നമ്മൾ കഴിക്കുമ്പോൾ ഒരു വെന്തിട്ടില്ല അല്ലേ, ഒരു വേവൊക്കെ കുറവാണ്. അപ്പം അങ്ങനെ ഒരു പറ്റില്ല. പിന്നെ ഈ ഒരു ലിക്വിഡ് ആണെങ്കിലും ഇത് റോ ഫിഷിൻ്റെ ഫ്ലേവർ ഭയങ്കരമായിട്ടുണ്ട്. എനിക്ക് അത്ര പറ്റില്ല. അതുകൊണ്ട് ഇത് രണ്ടും ഞാൻ സുല്ലിട്ടു. ഇനി എൻ്റെ പ്രതീക്ഷ ചിക്കൻ്റെ കറിയിലാണ്. ഇതാണ് സ്ക്വിഡ്. നമ്മൾ കുറച്ച് സ്ക്വിഡ് എടുത്തു.
നമ്മളെ നാവ് കിരികിരാവുന്ന പോലെ ഉണ്ട് ഇത് കഴിച്ചിട്ട്. എന്താണെന്നറിയില്ല, പക്ഷേ ഇതിൻ്റെ സോസേജ് നല്ലൊരു വ്യത്യസ്തമായ ടേസ്റ്റാണ്. ചിക്കനും എനിക്കിഷ്ടപ്പെട്ടു. ഇത് മൊത്തം കോൺ കൊണ്ട് കവർ ചെയ്തിരിക്കാം. ഇതെനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഇത് വെന്തിട്ടില്ല സ്കിഡ്. ഓക്കെ ഗൈസ്, നമ്മളിപ്പോൾ നിൽക്കുന്നത് വുഹാൻ സിറ്റിയിലാണ്. വുഹാൻ സിറ്റി സെൻട്രലാണ് കേട്ടോ. വൺ സെറ്റപ്പാണ് ഇവിടെയൊക്കെ നോക്കുമ്പോൾ. ഫുൾ ലൈറ്റും ഫുൾ ഷോറൂംസും ഒക്കെ കാണാൻ സാധിക്കും. ഇവിടെയൊക്കെ നോക്കുകയാണെങ്കിൽ ജനസാഗരമാണ്. ഇത് കണ്ടോ, ഏതൊരു ഷോപ്പിൽ ഒരു ലേഡി നിന്ന് ഡാൻസോ എന്തൊക്കെ ചെയ്യുന്നുണ്ട്. സിറ്റി ഒരു രക്ഷയില്ല കേട്ടോ. എന്താ വൈബെന്ന് നോക്കിയേ. ശരിക്കും പറഞ്ഞാൽ US ഉള്ള പോലത്തെ ആ ഒരു സിറ്റി തന്നെയാണ് ഇവിടെ ചൈനയിലും കാണാൻ സാധിക്കുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ചെറിയ സിറ്റിയാണ് ഈ വുഹാൻ എന്ന് പറഞ്ഞാൽ ചൈനയിലുള്ള. എന്നാൽ നോക്കുകയാണെങ്കിൽ ഇവിടെ വരുമ്പോൾ ഭയങ്കര വലുതായിട്ടാണ് നമുക്ക് തോന്നണം അല്ലേ. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ചൈനീസ് ഫുഡ് കഴിച്ച് പലപ്പോഴും പരാജയപ്പെട്ടതുകൊണ്ട് ഞാനൊരു മെക്സിക്കൻ ഡിഷ് ട്രൈ ചെയ്യാമെന്ന് വെച്ചു. മെക്സിക്കൻ ടാക്കോയാണ്. ഇതുണ്ടോ, ചെറിയൊരു ഷോപ്പാണ്, അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട്. അപ്പോൾ ടാക്കോ ഓർഡർ ചെയ്തിട്ടുണ്ട്. സംഭവം ഉണ്ടാക്കുന്നതാണ്. നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. ഓക്കെ, ഇത് കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് നമ്മൾ കുത്തു പൊറോട്ട ഉണ്ടാക്കും പോലെയാണ് എനിക്ക് തോന്നുന്നത്. സംഭവം ഇതെല്ലാം കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഫ്രൈ ചെയ്ത് വയ്ക്കും. ഓക്കെ ഗൈസ്, നമ്മുടെ മെക്സിക്കൻ ടാക്കോ എത്തിയിട്ടുണ്ട്. കാണാനൊക്കെ അടിപൊളിയാണ്. ഇനി കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം. ഓക്കെ, അപ്പോൾ കഴിച്ചിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട് ഒന്നും കൂടെ ഒന്ന് ഓർഡർ ചെയ്തു. പക്ഷേ എൻ്റെ പൊന്നെ എന്താണ് ക്യൂ എന്ന് നോക്കിയേ. ഇവിടെ കുറേ ദൂരത്തിലാണ് കേട്ടോ ഇവിടെ ക്യൂ എന്ന് പറഞ്ഞാൽ. ഇതെന്താ വിൽക്കുന്നതെന്ന് നോക്കുകയാണെങ്കിൽ ചിക്കനാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു നമ്മുടെ ഫ്രൈഡ് ചിക്കൻ പോലത്തെ എന്തോ ഒരു സംഭവമാണ്, അതോ ഗ്രിൽഡ് ചിക്കൻ എന്തോ ആണ്. എന്തായാലും സംഭവം അടിപൊളിയായിരിക്കും. പക്ഷേ ഇത്രയും നേരം നമുക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ ഡാൻസ് എന്താണെന്ന് നമ്മൾ ചോദിച്ച് മനസ്സിലാക്കി. ഇതൊരു ഗോൾഡ് ഷോപ്പാണ്. അപ്പോൾ ആൾക്കാരെയൊക്കെ അട്രാക്റ്റ് ചെയ്ത് ഷോപ്പിലോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു ഡാൻസ്. ധാരാളം ആൾക്കാർ ഇവിടെ വന്നിട്ട് അത് നോക്കുന്നുമുണ്ട്. എനിക്ക് തോന്നുന്നു അതുപോലെ റഷും ഉണ്ടാവും ഈ ഒരു ഷോപ്പിൽ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോയിലൂടെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ഗുഡ് ബൈ.